പിന്നെ എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് രണ്ടും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതാണ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ വോയിസ് ഓവറിന് വരുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക, അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികൾക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. അതിലിപ്പോൾ ആൺ പെൺ വ്യത്യാസമൊന്നും വിചാരിക്കരുത്. അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് അവർ നേടിയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതായാലും ആണായാലും പെണ്ണായാലും. എൻ്റെ വീട്ടിൽ എന്നെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ടും എനിക്ക് ചെയ്യാൻ സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത് കണ്ടാൽ തന്നെ 6 വയസ്സുകാരിയെ കൊണ്ട് ദൂഷിച്ചിരിക്കുന്നു, കഷ്ടം തന്നെ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, ഇങ്ങനെ പറയുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പ്രൗഡായിട്ട് തന്നെ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. ഇതായിട്ട് കാണിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുമില്ല, എന്നിട്ട് പ്രൗഡായിട്ട് തന്നെ കാണിക്കുകയും ചെയ്യും. അടുക്കളയുടെ അടുത്ത് പോലും വരാതെ കുട്ടികളെ വളർത്തിയതിന് ശേഷം അവർ വലിയ ഗമയിൽ പറയാൻ കേട്ടോ, അയ്യോ അവനൊന്നും അറിഞ്ഞൂടാ, അവനത് ചെയ്യാൻ അറിഞ്ഞൂടാ, അവന് ആഹാരം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അവന് മുട്ട പൊട്ടിക്കാൻ കൂടി അറിഞ്ഞൂടാ എന്നുള്ളത് വലിയ ഗമയായിട്ട് പറയുന്ന പേരൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ കാര്യം പറഞ്ഞിരുന്നു ഞാൻ എന്താ ഉണ്ടാക്കുന്നതിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ഇന്ന് ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ടും മാങ്ങയും കൂടി ചേർത്തിട്ട് ഒരു മിക്സഡ് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ആരും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ തോന്നി. ഇതിന് ശേഷം കുറച്ച് വിനീഗറും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലേക്ക് താഴെ അതിന് പൊട്ടി അത് ക്ലീൻ ചെയ്യുന്ന പറ്റുന്നതൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മെസ്സ് കൂടുതലാവും, അത് ക്ലീൻ ചെയ്യണം, അതെല്ലാം ഉണ്ടാവും. പക്ഷേ അതിനുള്ള മനസ്സ് നമുക്ക് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ബീറ്റ്റൂട്ട് ഇടാൻ കേട്ടോ. ആദ്യം ബീറ്റ്റൂട്ട് ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാങ്ങ ഇടണമെങ്കിൽ മാങ്ങയുടെ പീസസ് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാതെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിടക്കും. ഞാൻ രണ്ടും ഒരുമിച്ചായിട്ടത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. മാങ്ങയുടെ പുളിയും ബീറ്റ്റൂട്ടിൻ്റെ മധുരവും ഒട്ടും ചെവയൊന്നുമില്ല. ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കും. ബൈ.